വയസ്സായ ഒരു കൊച്ചുണ്ട്, വിവാഹബന്ധം വേറെടുക്കാൻ പോവുകയാണ്. അവൻ കരയുമായിരുന്നു. ആ വാക്ക് പറഞ്ഞപ്പോൾ ആ മെസ്സേജിനകത്ത് കരയുന്ന കേട്ടപ്പോൾ എത്ര പേര് നമ്മളെ വിളിച്ചു കാണും. നമ്മുടെ കൂട്ടായ്മയുടെ നടത്തുന്ന വലിയ അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം അത്ഭുതങ്ങൾ നമ്മുടെ കൂട്ടായ്മ നടത്തുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മ 9 വർഷമായി ബഹുമാനപ്പെട്ട അവസരപ്പെട്ടവരും ജോണുകളും തമ്മിൽ കണ്ടുമുട്ടുകയും അവരൊരു കൂട്ടായ്മ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങി. അതിൻ്റെ കൂടെ മാത്യുള്ളവരുടെയും കർത്താവ് ചേർത്ത് ഇന്ന് അവരുടെ അധ്വാനം ഈ ലോകത്തിന് മുഴുവനും താങ്ങായി തീരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും സന്തോഷമാണെന്ന് ചോദിച്ചു. നമ്മളെല്ലാവരും സന്തോഷിക്കണം. നമ്മളെന്തെന്നാൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. നമ്മളിത് വെറും ക്രിസ്ത്യാനികളല്ല. വെറുതെ ദേവാലയത്തിൽ പോയി ഒരു ബലി അർപ്പിച്ചു എന്നും പ്രാർത്ഥന നടത്തി അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ വലിയ സാക്ഷികളായി തീർന്നുകൊണ്ട് രൂപാന്തരം പ്രാപിക്കുന്ന മക്കളാണ് നമ്മൾ. നമ്മളൊരു അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് കാര്യമല്ല. നമുക്കറിയാം നമ്മുടെ കൂട്ടായ്മ എത്ര ശക്തമെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അത്ര ശക്തമാണ് നമ്മുടെ കൂട്ടായ്മ. ആരെങ്കിലും വേദനിക്കുന്ന വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പറെ ബാക്കി കുറച്ച് പ്രാർത്ഥിക്കുന്ന ലീഡേഴ്സ് ആയിരിക്കുന്ന കുറച്ച് പേരെ വിളിച്ചു കൂട്ടി വേദനയോടെ ഞൊറുങ്ങിയ ഹൃദയത്തോടെ ഞൊറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുകയില്ല. നീ നിന്നെപ്പോലെ തന്നെ മറ്റെല്ലാവരെയും സ്നേഹിക്കുവാൻ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയേറിയ വചനമാണ് മറ്റെല്ലാവർക്കും വേണ്ടി. മറ്റാരുമല്ല, എല്ലാം നമ്മുടെ സ്വന്തമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും മക്കളെയും വിളിക്കുന്നത്. എല്ലാവരും എപ്പോഴും ഞാൻ പറയും, എൻ്റെ മക്കളാണ്, നിങ്ങളെല്ലാവരെയും എനിക്ക് സ്വന്തത്തിൽ കൊണ്ടുപോകണം. നമ്മളെല്ലാവരും സ്വന്തത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. വെറുതെ ഈ ലോകത്തിൽ ജീവിച്ച് ഇവിടെ കൊണ്ട് തീരുന്നവരല്ല നമ്മൾ. അവർ വലിയ ബോധ്യം. കുരിശില്ലാതെ കിരീടമില്ല. കുരിശ് വരുമ്പോഴേ നമ്മൾ പറയും, അയ്യോ വേണ്ട വേണ്ട, കുരിശ് വേണ്ട, ഞാൻ അങ്ങനെ ശ്രമിച്ചു, ഞാൻ ഇങ്ങനെ ശ്രമിച്ചു. കർത്താവിൻ്റെ സഹനം എത്ര വലുതാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി നമ്മുടെ ഹൃദയം കർത്താവിന് വസിക്കാൻ നമുക്ക് കൂടാരമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ 9 വർഷമായിട്ട് ഈ മീഡിയ കൂട്ടായ്മ തുടങ്ങി. അത് കഴിഞ്ഞു 6 വർഷമായപ്പോഴേക്കും നമുക്ക് വേറൊരു കൃഷി കിട്ടി. നമ്മളെല്ലാം ഭയങ്കര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ചുമ്മാ നിസ്സാരപ്പെട്ടവരല്ല നമ്മൾ. നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കണം, നമ്മൾ ആരാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മണിക്കഴിയാവുന്നില്ല കേട്ടോ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ അപ്പാന്ന് വിളിക്കുന്നത്. എൻ്റെ പിതാവായ ദൈവമേ യേശോ അത് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. നമ്മൾ വെറുതെ സ്വന്തമാക്കണം പൂജാരണം അന്യപ്രകാരം ചൊല്ലിവിടുന്നവരാണോ നമ്മൾ? അത്ര നാളായി നമ്മൾ ഈ കൂട്ടായ്മയിലായിരുന്നിട്ട് നമുക്ക് എല്ലാ ഞായറാഴ്ചയും കൂട്ടായ്മ ഉണ്ടായിട്ട് ശക്തിയേറിയ വചനമാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് ബലം പകരുന്ന മാനസാന്തരത്തിൻ്റെ വലിയ ശക്തിയേറിയ വചനമാണ്. നമ്മളെങ്ങും പോകാതെ നമ്മുടെ ഭവനത്തിൽ നമുക്ക് കേൾക്കാൻ ബഹുമാനപ്പെട്ട അവസരത്തിന് മുതലിനെ കർത്താവ് ഓരോ ദിവസവും അഭിഷേകം ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. വെറുതെ ഒരു ചെവി കൂടെ കേട്ട് ഒരു